أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹുനൈൻ യുദ്ധാനന്തരം ആർജിതമായ ഗനീമത്ത് മുതലുകളും അവയുടെ വിഭജനവും സംബന്ധിച്ചായിരുന്നു പരാമർശിച്ചിരുന്നത്. തത്സംബന്ധമായ കൂടുതൽ സംഭവവികാസങ്ങൾ ഇപ്രകാരം വിവരിക്കപ്പെടുന്നു. ഹുനൈൻ വിജയിച്ച ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗനീമത്ത് സ്വത്തുക്കളെല്ലാം ജിറാന എന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടാൻ ഉത്തരവിടുകയും അതേസമയം സ്വയം തായിഫിലേക്ക് മടങ്ങുകയും ചെയ്തു. ഏറെക്കുറെ ഒരു മാസത്തിനു ശേഷം അവിടുന്ന് തായിഫിൽ നിന്ന് ജിറാനയിലേക്ക് തിരിച്ചെത്തി. അവിടെ എത്തിയിട്ടും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗനീമത്ത് സ്വത്ത് ഉടൻ വിഭജിച്ചില്ല. പകരം കുറച്ചു ദിവസങ്ങൾ കാത്തിരുന്നു. ചിലരുടെ അഭിപ്രായത്തിൽ ബനു ഹവാസിൻ ഗോത്രക്കാർ പശ്ചാത്തപിച്ച് തിരിച്ചു വരുമെന്നും അങ്ങനെ വരുന്ന പക്ഷം അവരുടെ കുടുംബാംഗങ്ങളെയും കന്നുകാലികളെയും അവർക്ക് തിരികെ നൽകി വരേണ്ടിവെന്നും കരുതി തിരുനബി 13-14 ദിവസം കാത്തിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കാത്തിരുന്നപ്പോൾ തങ്ങൾ തിരിച്ചു പോകുന്നത് പ്രയോജനകരമാകുമോ ഇല്ലയോ എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു ബനു ഹവാസിൻ ഗോത്രക്കാർ. ഒടുവിൽ ഇത്രയും നീണ്ട കാത്തിരിപ്പിന് ശേഷം അവർ വരുന്നില്ലെന്ന് കണ്ടപ്പോൾ നബി തങ്ങൾ യുദ്ധമുതലും തടവുകാരും ഒക്കെ വിഭജിക്കുകയുണ്ടായി. ഈ വിഭജനം പൂർത്തിയായപ്പോൾ ബനു ഹവാസിൻ ഗോത്രത്തിലെ 14 പ്രമുഖർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരായി. അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. തങ്ങളുടെ മുഴുവൻ ഗോത്രവും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് അവർ അറിയിച്ചു. തുടർന്ന് കരുണയ്ക്കായി അപേക്ഷിച്ചുകൊണ്ട് അവർ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ അള്ളാഹുവിൻ്റെ ദൂതരെ, ഞങ്ങൾ കുടുംബമഹിമയും ആദരവുമുള്ളവരാണ്. ഞങ്ങൾ നേരിടുന്ന ഈ കഷ്ടപ്പാടും ദുരിതവും അങ്ങയിൽ നിന്നും ഗോപ്യമല്ലല്ലോ. അങ്ങ് ഞങ്ങളോട് ഔദാര്യം ചെയ്യണം. അള്ളാഹു അങ്ങയോടും ഔദാര്യം ചെയ്യുന്നതാണ്. ആ സംഘത്തിൻ്റെ നേതാവ് അബൂ സുറദ് സുഹൈർ ബിൻ ജർവൽ ആയിരുന്നു. അദ്ദേഹം ഒരു ഖത്തീബ് ആയിരുന്നു, കവിയായിരുന്നു. ഹൃദയസ്പർശിയായ ശൈലിയിൽ അദ്ദേഹം നബി തങ്ങളോട് കരുണയ്ക്കായി അപേക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞു: അള്ളാഹുവിൻ്റെ ദൂതരെ, ഈ തടവുകാരിൽ അങ്ങയെ പോറ്റി വളർത്തുകയും ഭക്ഷണം നൽകുകയും ചെയ്ത അങ്ങയുടെ അമ്മായിമാരും മാതൃ സഹോദരിമാരുമുണ്ട്. അങ്ങനെ അദ്ദേഹം പറയാൻ കാരണം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുലകുടി പ്രായത്തിൽ വളർന്നതും സംരക്ഷിക്കപ്പെട്ടതും ബനു സാദ് ഗോത്രത്തിലായിരുന്നു. ആ ഗോത്രം ബനു ഹവാസിൻ്റെ ഒരു ശാഖയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലുള്ള മാതാപിതാക്കൾ ബനു സാദുകാരായിരുന്നു. അദ്ദേഹം തുടർന്നു, മുലയൂട്ടലിൻ്റെ ഈ ഉപകാരം ഞങ്ങൾ ഗസ്സാൻ
രാജാവായ ഹാരിസ് ബിൻ അബി ഷിംറിനോ ഇറാഖിലെ രാജാവായ നുഅ്മാൻ ബിൻ മുൻസിറിനോ ആയിരുന്നു ചെയ്തിരുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ദുരിതം വന്നാൽ അവർ തീർച്ചയായും ഞങ്ങളോട് കരുണ കാണിക്കുമായിരുന്നു. അങ്ങ് എല്ലാരേക്കാളും ഉപരിയായി കരുണ ചെയ്യുന്നവനും ഔദാര്യവാനുമാണ്. അതിനുശേഷം നബി തങ്ങളെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കവിതയും ചൊല്ലി. ഈ സംഘത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലുള്ള ഇളയപ്പിയും ഉണ്ടായിരുന്നു. അദ്ദേഹം സമ്മിശ്ര വികാരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങ് ചെറുപ്പത്തിൽ ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നപ്പോഴും ഞാൻ അങ്ങയെ കണ്ടിട്ടുണ്ട്. അങ്ങ് അത്യധികം നല്ലവനായിരുന്നു. പിന്നീട് യുവത്വത്തിലും അങ്ങയെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. യുവത്വത്തിലും അങ്ങയേക്കാൾ സൽസ്വഭാവിയോ മാന്യനോ ആയ ഒരാളും ഉണ്ടായിരുന്നില്ല. അങ്ങ് നന്മയുടെ മൂർത്തിമദ്ഭാവമാണ്, ദാനധർമ്മങ്ങളുടെ സാഗരമാണ്. ഞങ്ങൾ അങ്ങയുടെ സ്വന്തക്കാരും കുടുംബക്കാരുമാണ്. അതിനാൽ ഞങ്ങളോട് ഔദാര്യം കാണിക്കണം. അള്ളാഹു അതിന് അങ്ങേക്ക് തക്കതായ പ്രതിഫലം നൽകുന്നതാണ്. നബി തങ്ങൾ അവരുടെ ദീനരോധനം കേട്ടു. അവരുടെ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞില്ല. പകരം ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരുപാട് ദിവസങ്ങൾ കാത്തിരുന്നു. പിന്നീട് നിങ്ങൾ വരില്ലെന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, തടവുകാരിൽ വളരെ കുറച്ചു പേർ മാത്രമേ ഇനി എൻ്റെ പക്കലുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഞാൻ വിഭജിച്ചു കഴിഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഏറ്റവും സത്യസന്ധമായതാണ്, അതായത് വാഗ്ദാന പാലനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിനാൽ നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ തടവുകാരായ സ്ത്രീകളെയും പുരുഷന്മാരെയും നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാം, അല്ലെങ്കിൽ സ്വത്തും വസ്തുവകകളും എടുക്കാം. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാൻ നിങ്ങളെ ഒരുപാട് കാത്തിരുന്നതാണ്. എനിക്ക് രണ്ടും തരാനാണ് ആഗ്രഹവും ഉണ്ടായിരുന്നത്. ബനു ഹവാസിൻ പ്രതിനിധി സംഘം സാഹചര്യം മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ആവശ്യം തടവുകാരെയാണ്, അതായത് ഞങ്ങളുടെ സ്ത്രീകളെയും പുരുഷന്മാരെയും ആണെന്ന് അവർ അറിയിച്ചു. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെയും ബനു അബ്ദുൽ മുത്തലിബിൻ്റെയും ഓഹരിയായി ലഭിച്ച തടവുകാർ നിങ്ങളുടെ സ്വന്തമാണ്. അതായത് ഞാൻ അവരെ മോചിപ്പിക്കുന്നു, നിങ്ങൾക്ക് തിരികെ നൽകുന്നു. മറ്റുള്ള തടവുകാരുടെ കാര്യത്തിൽ ഞാൻ മറ്റു മുസ്ലിങ്ങളുമായി സംസാരിക്കാം, കാരണം അവരെ ഞാൻ അവർക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിനിധി സംഘത്തിനൊരു പരിഹാര മാർഗവും പറഞ്ഞു, നിങ്ങൾ ളുഹർ നമസ്കാരത്തിന് ശേഷം ജനങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുക, ഞങ്ങളുടെ മക്കളെയും സ്ത്രീകളെയും വിട്ടയക്കാൻ മുസ്ലിങ്ങളോട് അള്ളാഹുവിൻ്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശക്കാരനാക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്നും മുസ്ലിങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിനോട് ശുപാർശ ചെയ്യുന്നവരാക്കുന്നു എന്നും നിങ്ങൾ പറയണം. അതോടൊപ്പം നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ച വിവരം മുസ്ലിങ്ങളുടെ മുന്നിൽ പ്രഖ്യാപിക്കുകയും ചെയ്യണം. ഞങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരാണെന്ന് തുറന്നു പറയണം. അപ്പോൾ ഞാൻ ജനങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ്. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാമെന്ന് പറയുകയുണ്ടായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഔദാര്യത്തിൻ്റെ മഹനീയമായ രീതി അതിമനോഹരമാണ്. തടവുകാരെ മോചിപ്പിക്കാനുള്ള വഴി സ്വയം പഠിപ്പിക്കുകയായിരുന്നു. കാരണം തടവുകാർ അപ്പോഴേക്കും സാധാരണ മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് സാധാരണ മുസ്ലിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കപ്പെടുകയും അതോടൊപ്പം ഹവാസിൻ ഗോത്രത്തിന് ആദരവ് ലഭിക്കുകയും ചെയ്യാനായിരുന്നു ഈ വഴി. പ്രതിനിധി സംഘം നബി തങ്ങൾ നിർദ്ദേശിച്ചതുപോലെ ളുഹർ നമസ്കാരത്തിന് ശേഷം എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം അപേക്ഷിച്ചു. ബുഖാരിയുടെ റിപ്പോർട്ട് പ്രകാരം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ആളുകളോട് ഇപ്രകാരം അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരന്മാർ പശ്ചാത്തപിച്ച് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. ഞാൻ അവരുടെ തടവുകാരെ അവർക്ക് തിരികെ നൽകാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും സ്വമേധയാ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാം. അവർക്ക് പകരം ഞങ്ങളിൽ നിന്ന് വല്ലതും വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും ആവാം. അടുത്തതായി കിട്ടുന്ന യുദ്ധമുതലിൽ നിന്ന് ഞാൻ അത്തരക്കാർക്ക് അവർക്ക് അവകാശപ്പെട്ടത് തിരികെ നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ തൻ്റെയും തൻ്റെ കുടുംബമായ ബനു അബ്ദുൽ മുത്തലിബിൻ്റെയും ഓഹരിയിൽ വന്ന തടവുകാരെ തിരികെ നൽകുന്നതായും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കേണ്ടായി.
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെക്കാളും തങ്ങളുടെ ഭാര്യ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും സ്നേഹിക്കുന്നവരായിരുന്നു സഹാബികൾ. അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ തടവുകാരെ ഹവാസിനുകാർക്ക് സസന്തോഷം തിരികെ നൽകുന്നു. അവരുടെ ഈ വികാരം കണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അധികം പ്രസന്നനായി. എന്നാൽ എല്ലാവരുടെയും സമ്മതവും സന്തോഷവും അറിയണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരുതി. അതിനാൽ ഇപ്രകാരം അരുൾ ചെയ്തു, നിങ്ങളിൽ ആരാണ് അനുവാദം നൽകിയതെന്നും ആരാണ് അനുവാദം നൽകാത്തതെന്നും എനിക്ക് ഇവിടെ വ്യക്തമാകുന്നില്ല. കാരണം പൊതു സദസ്സിൽ എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുകയായിരുന്നു. അതിനാൽ നിങ്ങൾ ഇപ്പോൾ മടങ്ങിപ്പോകുക. എന്നിട്ട് നിങ്ങളുടെ നേതാക്കന്മാരും മേൽനോട്ടക്കാരും എൻ്റെ അടുക്കൽ വന്ന് നിങ്ങളുടെ ആളുകളുടെ നിലപാട് അറിയിക്കുക. ഈ നിർദ്ദേശത്തെ തുടർന്ന് എല്ലാവരും സന്തോഷത്തോടെ തങ്ങളുടെ തടവുകാരെ വിട്ടുകൊടുക്കാൻ സമ്മതം പ്രകടിപ്പിച്ചു. അവരുടെ മേൽനോട്ടക്കാർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇക്കാര്യം അറിയിച്ചു. അങ്ങനെ ആ ശത്രു ജനതയോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഔദാര്യം കാണിക്കുകയുണ്ടായി. യാതൊരു പ്രതിഫലവും പ്രത്യുപകാരവും സ്വീകരിക്കാതെ മുഴുവൻ തടവുകാരെയും അവർക്ക് തിരികെ നൽകുകയുണ്ടായി. തൻ്റെ ആത്മാർത്ഥരും വിശ്വസ്തരും സ്നേഹസമ്പന്നരുമായ സ്വഹാബികളുടെ വികാരത്തെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനിക്കുകയുണ്ടായി. തിരുനബി പ്രഖ്യാപിച്ചു, ഓരോ തടവുകാരനും പകരമായി 6 ഒട്ടകങ്ങൾ അത് മോചിച്ചവർക്ക് നൽകുന്നതായിരിക്കും. ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഒരു മാതൃക ഇവിടെ സമർപ്പിക്കാം. തടവുകാരെ മോചിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. നബി തങ്ങൾ മുഴുവൻ തടവുകാരെയും മോചിപ്പിച്ചുവെന്ന് അറിഞ്ഞതും കൂടുതൽ അന്വേഷണത്തിനോ പരിശോധനയ്ക്കോ അദ്ദേഹം മുതിർന്നില്ല. ഉടൻ തന്നെ തൻ്റെ മകനോട് പറഞ്ഞു, ഓ അബ്ദുള്ള, പോയി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നൽകിയ അടിമ സ്ത്രീയെ മോചിപ്പിക്കുക. നബി തങ്ങൾ ബനു ഹവാസിൻ തടവുകാരെ യാതൊരു പ്രതിഫലവും വാങ്ങാതെ മോചിപ്പിച്ചത് കൂടാതെ അവർക്ക് എല്ലാവർക്കും പുതുവസ്ത്രങ്ങളും നൽകുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ഊന്നി പറയുകയുണ്ടായി, ഫലാ യഖ്റുജുൽ ഹുർറു മിൻഹും ഇല്ല കാസിയൻ. അവരിൽ മോചിതനാകുന്ന ഒരാളും പുതിയ വസ്ത്രമില്ലാതെ പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഈ കൽപ്പന നിറവേറ്റാൻ പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനായി ബുസ്ർ ബിൻ സുഫിയാൻ എന്ന സഹാബി അയച്ചു. അദ്ദേഹം പുതിയ വസ്ത്രങ്ങൾ കൊണ്ടുവരികയും ഓരോ തടവുകാരനും പുതിയ വസ്ത്രം നൽകുകയും ചെയ്തു. നിവേദനങ്ങളനുസരിച്ച് 3 പേർ തങ്ങളുടെ തടവുകാരെ തിരികെ നൽകാൻ വിസമ്മതിക്കുകയുണ്ടായി. അഖ്റ ബിൻ ഹാബിസ് പറഞ്ഞു, എന്നെയും ബനു തമീമിനെയും സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതിന് സമ്മതമല്ല. ഉയൈന ബിൻ ഹസൻ ഫസാരി പറഞ്ഞു, ഞാനും എൻ്റെ ഗോത്രമായ ബനു ഫസാരിയും വിസമ്മതിക്കുന്നു. അബ്ബാസ് ബിൻ മിർദാസ് പറഞ്ഞു, ഞാനും ബനു സുലൈമും തടവുകാരെ തിരികെ നൽകുന്നതല്ല. എന്നാൽ അത് കേട്ടതും ബനു സുലൈം ഗോത്രക്കാർ തങ്ങളുടെ നേതാവിൻ്റെ വാക്ക് കേൾക്കാൻ കൂട്ടാക്കാതെ തങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതെല്ലാം തങ്ങൾ നബി തങ്ങൾക്ക് നൽകി കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. മറ്റ് ചില റിപ്പോർട്ടുകൾ പ്രകാരം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, ബനു ഹവാസിനിലെ മുഴുവൻ തടവുകാരും സ്വതന്ത്രരാണ്. സ്വന്തം തടവുകാരനെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവർക്ക് അതിന് പകരമായി ബൈത്തുൽ മാലിൽ നിന്ന് 6 യുവൊട്ടകങ്ങൾ നഷ്ടപരിഹാരമായി നൽകും. ഇത് കേട്ടപ്പോൾ തടവുകാരെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തവരും അതിന് സമ്മതിക്കുകയുണ്ടായി. അങ്ങനെ ബനു ഹവാസിനിലെ 6000 തടവുകാരെയും അവിടെ മോചിപ്പിക്കപ്പെടുകയുണ്ടായി. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഉയൈന ബിൻ ഹിസൻ ഫസാരി അപ്പോഴും തൻ്റെ തടവുകാരനെ വിട്ടുകൊടുത്തില്ല. എന്നാൽ ഈ അനുസരണക്കേട് കാരണം അയാൾക്ക് വലിയ അപമാനം നേരിടുകയുണ്ടായി. മാത്രമല്ല നന്മയിൽ നിന്നും അനുഗ്രഹത്തിൽ നിന്നും അയാൾ ബാധ്യഭാഗനാകുകയും ചെയ്യുകയുണ്ടായി. ഉയൈന ഒഴികെ എല്ലാവരും തങ്ങളുടെ തടവുകാരെ വിട്ടുകൊടുത്തു എന്ന് നബി തങ്ങളോട് അറിയിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അവന് നഷ്ടം വരുത്തട്ടെ. ഉയൈനയുടെ തടവുകാരിയുടെ സംഭവം ഇപ്രകാരമാണ്. അയാൾ ഒരു യുവാവായ സ്ത്രീക്ക് പകരം ഒരു വയസ്സായ സ്ത്രീയെയാണ് തടവുകാരിയെ സ്വീകരിച്ചത്. ജനങ്ങൾ അതിനെക്കുറിച്ച് തിരക്കിയപ്പോൾ പറഞ്ഞു, ഈ വൃദ്ധയെ മോചിപ്പിക്കാനായി അവളുടെ കുടുംബക്കാർ വരുമ്പോൾ അവളുടെ കുടുംബാംഗങ്ങളും മക്കളും ഒരുപാടുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുന്ന മോചനദ്രവ്യം അവൻ എനിക്ക് നൽകും. എല്ലാവരും മോചിക്കപ്പെട്ടപ്പോൾ ഇയാൾ മാത്രം മോചിപ്പിക്കാൻ വിസമ്മതിച്ചപ്പോൾ ആ വൃദ്ധയുടെ മകൻ ഉയൈനയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, 100 ഒട്ടകങ്ങൾക്ക് പകരമായി എൻ്റെ ഉമ്മയെ മോചിപ്പിക്കണം.
ഒയേന തുക വീണ്ടും വർദ്ധിപ്പിക്കാമെന്ന് കരുതി മോചിപ്പിക്കാൻ വിസമ്മതിച്ചു. അതിൽ നിരാശനായി മകൻ തിരിച്ചുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ഇനി തിരിച്ചു വരില്ലെന്ന് ഒയേനയ്ക്ക് ഉറപ്പായി. അപ്പോൾ ഒയേന സ്വയം തന്നെ മകൻ്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് നീ നൽകാൻ തയ്യാറായ ഒട്ടകങ്ങളെല്ലാം ഇപ്പോഴും തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, ഇനി ഞാൻ 50 ഒട്ടകങ്ങൾ മാത്രമേ തരുകയുള്ളൂ. അങ്ങനെ വിലപേശൽ തുടർന്നു. അത് 10 ഒട്ടകങ്ങൾ വരെ എത്തി. ഒയേന കൂടുതൽ ചോദിക്കുമ്പോഴൊക്കെ യുവാവ് വില കുറച്ചു കൊണ്ടിരുന്നു. അവസാനം ഒയേന പറഞ്ഞു, ഈ വൃദ്ധയെ നീ സൗജന്യമായി തന്നെ തിരിച്ചു കൊണ്ടുപോകുക. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ തടവുകാരനും മോചിപ്പിച്ച സമയത്ത് പുതിയ വസ്ത്രം നൽകിയിട്ടുണ്ട്. ഈ വൃദ്ധയ്ക്ക് താൻ കാരണം അത് നഷ്ടമായി. അതിനാൽ താങ്കൾ അവർക്ക് വസ്ത്രം നൽകണം. ഒയേന പറഞ്ഞു, എൻ്റെ പക്കൽ ഒന്നുമില്ല. ഞാൻ അല്ലെങ്കിൽ തന്നെ പരമ ദരിദ്രനാണ്. അത്യാഗ്രഹം കാണിച്ചതിനാൽ എനിക്ക് നഷ്ടവും വന്നിരിക്കുന്നു. പക്ഷെ യുവാവ് എന്തെങ്കിലും നൽകിയേ തീരൂ എന്ന് വാശി പിടിച്ചു. അവസാനം ഒയേനയ്ക്ക് തൻ്റെ ചാദർ അഥവാ മേലങ്കി തന്നെ നൽകേണ്ടി വന്നു. അങ്ങനെ ആ യുവാവ് തടവുകാരിയായ സ്ത്രീയെയും വസ്ത്രവുമായി പോകുമ്പോൾ ഒയേനോട് പറഞ്ഞു, താങ്കളുടെ മസ്തിഷ്കം ബുദ്ധിയും വിവേകവും ഇല്ലാത്തതാണ്. അവസരം മുതലെടുക്കാൻ താങ്കൾക്ക് ഒട്ടും കഴിവില്ല. അയാളുടെ കൂട്ടുകാരും അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ആർത്തി കാരണം അദ്ദേഹത്തിന് ഒന്നും തന്നെ ലഭിക്കാതെ പോയി. ബനു ഹവാസിൻ്റെ നേതാവിൻ്റെയും മാലിക് ബിൻ ഔഫിൻ്റെയും ഇസ്ലാം മത സ്വീകരണത്തെക്കുറിച്ച് ഇപ്രകാരം രേഖപ്പെട്ടിരിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഹവാസിൻ പ്രതിനിധി സംഘത്തോട് അവരുടെ നേതാവായ മാലിക് ബിൻ ഔഫിനെ കുറിച്ച് അദ്ദേഹം എവിടെയാണെന്ന് ആരാഞ്ഞു. അദ്ദേഹം തായിഫിൽ ബനു സഖീഫിൻ്റെ കൂടെയാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഇപ്രകാരം അറിയിക്കാൻ ആവശ്യപ്പെട്ടു, അദ്ദേഹം എൻ്റെ അനുസരണവും വിധേയത്വവും സ്വീകരിച്ച് എൻ്റെ അടുക്കൽ വന്നാൽ തടവിലായ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ അദ്ദേഹത്തിന് തിരികെ നൽകുന്നതായിരിക്കും. ചില റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ അടിമകളായി മറ്റാർക്കും നൽകരുതെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശവും നൽകിയിരുന്നു. മക്കയിൽ അബ്ദുള്ള ബിൻത്ത് അബി ഉമയ്യയുടെ വീട്ടിൽ അവർക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടുമുണ്ടായിരുന്നു. അവർ ഉടൻ തന്നെ അദ്ദേഹത്തെ വിവരം അറിയിച്ചു. അദ്ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരാൻ ഉടൻ തന്നെ തയ്യാറായി. എന്നാൽ താൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോകുകയെന്ന് അറിഞ്ഞാൽ ബനു സഖീഫ് തന്നെ തടവിലാക്കുമെന്ന് അദ്ദേഹം ഭയന്നു. അദ്ദേഹം ഒരു കുതിരയും ഒട്ടകത്തെയും തയ്യാറാക്കി രാത്രിയുടെ മറവിൽ അദ്ദേഹം തായിഫിൽ നിന്ന് പുറപ്പെട്ട് ജിറാനയിൽ നബി തങ്ങളുടെ അടുക്കൽ ഹാജരായി. നബി തങ്ങൾ അദ്ദേഹത്തിന് കുടുംബാംഗങ്ങളെ തിരികെ നൽകിയെന്നു മാത്രമല്ല 100 ഒട്ടകങ്ങൾ സമ്മാനമായി നൽകുകയും ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യവും ദാനശീലവും കണ്ടപ്പോൾ അദ്ദേഹം പ്രഭാവിതനായി ഇസ്ലാം സ്വീകരിച്ചു. അതിനുശേഷം ആജീവനാന്തം ഒരു ആത്മാർത്ഥ മുസ്ലിമായി അദ്ദേഹം ജീവിതം കഴിച്ചുകൂട്ടി. പിന്നീട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഹവാസിൻ ഗോത്രത്തിലെ മുസ്ലിങ്ങളുടെ ഭരണാധികാരിയായും സൈന്യത്തിൻ്റെ സൈന്യാധിപനായും നിയമിച്ചു. ഇതേ മാലിക് ബിൻ ഔഫ് ആണ് ബനു ഹവാസിനെയും സഖീഫിനെയും മറ്റു ഗോത്രങ്ങളും ഒരുമിച്ച് മുമ്പ് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വന്നത്. അദ്ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തത്തിനായി ദാഹിച്ചിരുന്നു. എന്നാൽ അവിടുത്തെ പാവന മാതൃകയും വിട്ടുവീഴ്ച മനോഭാവവും ക്ഷമാശീലവും വളരെ ഉദാത്തമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വിവേകത്തിനും മാർഗദർശനത്തിനുമായി പരവശനായിരുന്നു. അദ്ദേഹം സന്മാർഗം തേടി വന്നപ്പോൾ എല്ലാം മാപ്പാക്കി കൊടുത്തു എന്ന് മാത്രമല്ല, അക്കാലത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്തായി കണക്കാക്കിയിരുന്ന 100 ഒട്ടകങ്ങളെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരിതോഷികമായി നൽകുകയുണ്ടായി. ഈ യുദ്ധത്തിലെ ബന്ദികളിൽ ഷൈമ എന്നൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. അത് അവരുടെ വിളിപ്പേരായിരുന്നു. ഷൈമ എന്നത് യഥാർത്ഥ നാമം ഹുസാഫ എന്നായിരുന്നു. അവർ ബന്ധനസ്ഥനായപ്പോൾ തങ്ങളെ പിടികൂടിയവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലെ സഹോദരിയാണ്. എന്നാൽ സ്വഹാബികൾ അത് വിശ്വസിച്ചില്ല. അൻസാരികളുടെ ഒരു സംഘം അവരെ പിടികൂടി നബി തങ്ങളുടെ സമക്ഷം കൊണ്ടുവന്നു. അവർ പറഞ്ഞു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അങ്ങയുടെ മുലകുടി ബന്ധത്തിലെ സഹോദരിയാണ്. നബി തങ്ങൾ അടയാളം ചോദിച്ചപ്പോൾ അവർ പല്ലിൻ്റെ പാട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയെ എൻ്റെ മടിയിലെടുത്തിരുന്ന സമയത്ത് ചെറുപ്പത്തിൽ അങ്ങനെ കടിച്ചിരുന്നു. പിന്നീട് നബി തങ്ങൾക്ക്
ആ സംഭവം ഓർമ്മ വന്നിട്ടുണ്ടാവും. അവർ തുടർന്നു, അക്കാലത്ത് ഞങ്ങൾ ആടുകളെ മേയിച്ചിരുന്നു. അങ്ങയുടെ മുലകുടി ബന്ധത്തിലെ പിതാവ് എൻ്റെ സ്വന്തം പിതാവും അങ്ങയുടെ മുലകുടി ബന്ധത്തിലെ മാതാവ് എൻ്റെ സ്വന്തം മാതാവുമാണ്. അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ആടുകളുടെ പാൽ കറന്നെടുത്തിരുന്നത് ഓർത്താലും. അടയാളം കണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചറിഞ്ഞു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് അവർക്ക് വേണ്ടി സ്വന്തം മേലങ്കി വിരിച്ചു കൊടുത്തു. എന്നിട്ട് അതിൽ ഇരിക്കാൻ പറഞ്ഞു. അവിടുന്ന് അവരെ സ്വാഗതം ചെയ്യുകയും നബി തങ്ങളുടെ കണ്ണുകൾ ഈറനണിയുകയും ചെയ്തു. മുലകടി ബന്ധത്തിലെ മാതാപിതാക്കളെക്കുറിച്ച് ആരാഞ്ഞു. അവർ മരണപ്പെട്ടുവെന്ന് അവരെ അറിയിച്ചു. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇവിടെ താമസിക്കാം. നിങ്ങൾക്ക് ആദരവും സ്നേഹവും ലഭിക്കുന്നതാണ്. ഇനി സ്വന്തം ഗോത്രത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ബന്ധുക്കളോടുള്ള നന്മയെന്നോണം ഞാൻ നിങ്ങളെ തിരിച്ചയക്കാം. അവർ പറഞ്ഞു, എനിക്ക് എൻ്റെ ഗോത്രത്തിലേക്ക് തിരിച്ചു പോകാനാണ് ആഗ്രഹം. ഏതായാലും അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി. നബി തങ്ങൾ അവർക്ക് 3 അടിമകളെയും 1 അടിമ സ്ത്രീയെയും നൽകി. കൂടാതെ 1-2 ഒട്ടകങ്ങൾ നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഹുനൈനിലായിരുന്നു തങ്ങിയിരുന്നത്. അതിനാൽ അവരോട് പറഞ്ഞു, നിങ്ങൾ ജിറാനയിലേക്ക് പോകുക, എന്നിട്ട് നിങ്ങളുടെ ഗോത്രത്തോടൊപ്പം താമസിക്കുക. ഞാൻ തായിഫിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ ജിറാനയിലെത്തി. നബി തങ്ങൾ ജിറാനയിൽ വെച്ച് അവരെ കണ്ടുമുട്ടുകയും അവർക്ക് ആടുകളെയും ചെമ്മരിയാടുകളെയും നൽകുകയും ചെയ്തു. ഒരു റിപ്പോർട്ട് അനുസരിച്ച് നബി തങ്ങൾ അവരോട്, നിങ്ങൾ എന്ത് ചോദിച്ചാലും നൽകും, നിങ്ങൾ ആർക്കു വേണ്ടി ശുപാർശ ചെയ്താലും അത് സ്വീകരിക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തങ്ങളുടെ ഗോത്രമായ ബനു സഅദിലെ ബജ്ജാദ് എന്നു പേരുള്ള ഒരാൾക്ക് വേണ്ടി ശുപാർശ ചെയ്തു. ആ വ്യക്തി ഒരു മുസ്ലിമിനെ കൊലപ്പെടുത്തി കത്തിച്ചതിന് ശേഷം ഓടിപ്പോയതായിരുന്നു. പിന്നീട് സഹാബാക്കൾ അയാളെ പിടികൂടിയിരുന്നു. ഷൈമ അയാൾക്ക് മാപ്പ് നൽകാൻ ശുപാർശ ചെയ്തപ്പോൾ നബി തങ്ങൾ അയാൾക്ക് മാപ്പ് നൽകി. എന്നാൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമല്ല. തീർച്ചയായും പിന്നീട് ആ മുസ്ലിമിൻ്റെ വധത്തിന് പകരമായിട്ട് ദിയത്ത്, ബ്ലഡ് മണി നൽകിയിരിക്കാം. അബൂ ദാവൂദിൻ്റെ റിപ്പോർട്ട് പ്രകാരം ജിറാനയിൽ വെച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലെ മാതാവും അവിടുത്തെ കണ്ടുമുട്ടിയതായി വിവരിക്കുന്നുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ട് ദുർബലമാണെന്ന് പറയപ്പെടുന്നു. മാതാവ് കണ്ടുമുട്ടിയില്ലായിരിക്കാം. ഒരുപക്ഷെ മുലകുടി ബന്ധത്തിലെ മാതാവിനെ കണ്ടുമുട്ടിയത് മറ്റേതെങ്കിലും സന്ദർഭത്തിലായിരിക്കാം. അല്ലെങ്കിൽ നിവേദകന് തെറ്റുപറ്റിയതാവാം. കാരണം പൊതുവായ റിപ്പോർട്ടുകൾ പ്രകാരം ഹുനൈൻ യുദ്ധത്തിന് മുമ്പ് തന്നെ നബി തങ്ങളുടെ മുലകുടി ബന്ധത്തിലെ മാതാവ് മരണപ്പെട്ടിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തു പോയപ്പോൾ മക്കക്കാർ പ്രഖ്യാപിച്ചിരുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം സമ്മാനം നൽകും എന്ന് ഇനാം പ്രഖ്യാപിച്ചിരുന്നു. ഈ സംഭവം വളരെ പ്രസിദ്ധമാണ്. പലതവണ ഞാൻ വിവരിച്ചിട്ടുമുണ്ട്. ഇത് കേട്ട് സുറാഖ ബിൻ മാലിക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്ന് വളരെ അടുത്തെത്തി. എന്നാൽ അന്ന് അത്ഭുതകരമായ അള്ളാഹു നബി തങ്ങൾക്ക് സംരക്ഷണമേകുകയും സുറാഖയെ നിസ്സഹായനാക്കുകയും ചെയ്തു. അന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, സുറാഖ, കിസ്രയുടെ വളകൾ നിന്റെ കൈകളിൽ അണിയിക്കപ്പെടുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും? അന്ന് സുറാഖ നബി തങ്ങളോട് രേഖാമൂലം അഭയം നൽകാൻ അപേക്ഷിച്ചു. അതേ സുറാഖ ആ അഭയപത്രവുമായി ജിറാനയിൽ വന്ന് ഇസ്ലാം മതം സ്വീകരിക്കേണ്ടായി. ആ സമയത്ത് ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു നേർന്ന ഒരു നേർച്ചയെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നു. അദ്ദേഹം നബി തങ്ങളോട് അപേക്ഷിച്ചു, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ, അജ്ഞാന കാലഘട്ടത്തിൽ ഞാനൊരു നേർച്ച നേർന്നിരുന്നു. മസ്ജിദുൽ ഹറാമിൽ ഒരു ദിവസം ഇത്തികാഫ് ഭജനം ഇരിക്കാമെന്ന്. അങ്ങയുടെ നിർദ്ദേശം എന്താണ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ പോയി ആ നേർച്ച പൂർത്തിയാക്കുക. അതനുസരിച്ച് ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു പോവുകയും തൻ്റെ നേർച്ച പൂർത്തിയാക്കുകയും ചെയ്തു. നബി തങ്ങൾ ജിറാനയിൽ ഉണ്ടായിരിക്കുമ്പോൾ ഒരു രാത്രി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്യാനായി മക്കയിലേക്ക് പോവുകയും അതേ രാത്രി തന്നെ തിരിച്ചു വരികയും ചെയ്തു. ആളുകൾ കരുതിയത് അവിടുന്ന് എങ്ങും പോയിട്ടില്ലെന്നായിരുന്നു. കാരണം വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രം പോയിട്ട് വന്നതായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള മടക്കയാത്രയെക്കുറിച്ച് ഇപ്രകാരം നിവേദനങ്ങൾ വന്നിരിക്കുന്നു. ദുൽഖഅദ മാസത്തിൽ 12 ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ ഒരു വ്യാഴാഴ്ച ദിവസമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്.
അതിനു മുമ്പായി നബിതങ്ങൾ ഹസ്രത്ത് അത്താബ് ബിൻ അസീദിനെ മക്കയുടെ ഭരണാധികാരിയായി നിയമിച്ചിരുന്നു. ഹസ്രത്ത് മുആസ് ബിൻ ജബലിനെയും ഹസ്രത്ത് അബു മൂസ അൽ അഷരിയെയും ആളുകളെ ഖുർആനും ദീനും പഠിപ്പിക്കാനായി നിശ്ചയിച്ചിരുന്നു. യാത്രയ്ക്കിടെ കണ്ടുമുട്ടുന്നവർക്ക് നൽകാനായി ചില സവാരി മൃഗങ്ങളെയും അവിടുന്ന് കൂടെ കൊണ്ടുപോയിരുന്നു. അവിടുന്ന് ജിറാന താഴ്വരയിൽ നിന്ന് പുറപ്പെട്ട് സരിഫ് വഴി മറുൽ ലൊഹറാൻ വഴി കടന്ന് 9 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മദീനയിലെത്തി. ദുൽഖഅദ മാസത്തിൽ 3 രാത്രികൾ ബാക്കിയുള്ളപ്പോഴാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയത്. ഈ സൈനിക നീക്കങ്ങൾക്കും മക്ക വിജയത്തിനും ഹവാസിൻ വിജയത്തിനും തായിഫിലെ ആക്രമണങ്ങൾക്കുമായി മൊത്തം 2 മാസവും 16 ദിവസവുമാണ് ചിലവഴിക്കപ്പെട്ടത്. ഓറിയന്റലിസ്റ്റുകൾ, അതായത് പൗരസ്ത്യ പണ്ഡിതന്മാർ, മക്ക വിജയം, ഹുനൈൻ യുദ്ധം, തായിഫ് യുദ്ധം എന്നിവയെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവർക്ക് ആക്ഷേപാർഹമായ ഒരു സംഗതിയും ലഭിച്ചിട്ടുമില്ല. എങ്കിലും അവർ 1-2 ആക്ഷേപങ്ങൾ വിവരിച്ചത് ഇവിടെ കേൾപ്പിക്കാം. സമകാലിക ഓറിയന്റലിസ്റ്റായ വില്യം മോൺഗോമറി വാട്ട് പറയുന്നു. അതിൻ്റെ തർജ്ജമ ഇപ്രകാരമാണ്: പ്രമുഖ സഹാബികൾക്ക് നൽകിയ ഏതാനും സ്ത്രീകളൊഴികെ, അടിമ സ്ത്രീകളൊഴികെ ബാക്കിയുള്ള കൊള്ള മുതലും തടവുകാരെയും മസ്ഊദ് ബിൻ അമ്ര ഗിഫാരിയുടെ മേൽനോട്ടത്തിൽ ജിറാനയിൽ സൂക്ഷിക്കപ്പെടുകയുണ്ടായി. അതുപോലെ സർ വില്യം മ്യൂർ എഴുതുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൊണ്ടുവന്ന തടവുകാരിലെ 3 സുന്ദരികളായ സ്ത്രീകളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയെ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു, ഒരു സ്ത്രീയെ ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഒരു സ്ത്രീയെ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു എന്നിവർക്ക് നൽകി. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഓഹരിയിൽ വന്ന സ്ത്രീയെ തൻ്റെ മകൻ ഹസ്രത്ത് അബ്ദുള്ളയ്ക്ക് നൽകി. ബാക്കി 2 പേർക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇതിൽ നിന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ആന്തരികമായ അറിവ് ലഭിക്കുന്നു. അതായത് അവിടുന്ന് തടവുകാരികളെ സ്വന്തം ഭാര്യയുടെ പിതാവായ ഹസ്രത്ത് ഉമറിനും 2 പുത്രിമാരുടെ ഭർത്താക്കന്മാരായ മരുമക്കളായ ഹസ്രത്ത് അലിക്കും ഹസ്രത്ത് ഉസ്മാനും നൽകി. അതായത് സ്വജനപക്ഷപാതം കാണിച്ചു. ഇവിടെ വെറും ആക്ഷേപത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ദ്രോഹബുദ്ധിയോടെ ഒരു സംഭവം അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത്. അതിന് ഒട്ടും കഴമ്പില്ലാത്തതാണ്, ഒരടിസ്ഥാനവുമില്ലാത്തതാണ്. കാരണം ഹുനൈൻ യുദ്ധത്തിൽ അടിമ സ്ത്രീകളെ ഇത്തരത്തിൽ വിഭജിച്ചതിനെക്കുറിച്ച് സീറത്തുൽ ഹലബിയയിലോ തബക്കാത്ത് ഇബ്നു സാദിലോ പറയുന്നില്ല. സ്വത്ത് വിഭജനത്തെക്കുറിച്ച് പറയുന്നുണ്ടെന്നത് ശരി. തബക്കാത്ത് ഇബ്നു സാദിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അന്ന് മുസ്ലിങ്ങൾക്ക് 6000 തടവുകാർ ലഭിച്ചു. മുശ്രിക്കുകൾ മുസ്ലിങ്ങളായിക്കൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഹാജരായിട്ട് പറഞ്ഞു, അല്ലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് ജനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടനാണ്. അങ്ങ് ഞങ്ങളുടെ സ്വത്തുക്കളും സ്ത്രീകളും കുട്ടികളും പിടികൂടിയിരിക്കുന്നു. അപ്പോൾ നബി തങ്ങൾ മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങളിൽ ആരുടെയെങ്കിലും പക്കൽ ഈ പറഞ്ഞതിൽ വല്ലതുമുണ്ടെങ്കിൽ അത് സ്വേച്ഛയോടെ തിരിച്ചു നൽകാൻ സമ്മതമാണെങ്കിൽ അതാണ് അഭികാമ്യം. സമ്മതമില്ലാത്തവർ അത് നമുക്ക് തരട്ടെ, അത് നമ്മിൽ ഒരു കടമായിരിക്കും. നമുക്ക് വല്ലത് ലഭിക്കുമ്പോൾ, യുദ്ധം മുതൽ ലഭിക്കുമ്പോൾ ഈ കടം വീട്ടുന്നതുമായിരിക്കും. അവർ പറഞ്ഞു, അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ്, ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ സമ്മതമില്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അക്കാര്യം മുമ്പ് വിവരിച്ചിരുന്നു. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ പ്രതിനിധികളെ എൻ്റെ അടുക്കൽ അയക്കുക, അവർ നിങ്ങളുടെ നിലപാട് എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. പ്രതിനിധികൾ അവിടുത്തെ അടുക്കൽ വന്നു ആളുകൾ സമ്മതിച്ചിരിക്കുന്നുവെന്നും അംഗീകരിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചു. ഹുനൈൻ യുദ്ധത്തിലെ തടവുകാരുടെ കാര്യങ്ങൾ, അവരുടെ മോചനത്തിനായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച കാരുണ്യപൂർണമായ തന്ത്രം, അവയെക്കുറിച്ച് ആധികാരികമായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും ഇവിടെ വിശദമായി ഇപ്പോൾ വിവരിച്ചു കഴിഞ്ഞു. ഈ ചരിത്രപരമായ സത്യത്തെക്കുറിച്ച് സർ വില്യം മ്യൂറിനും നന്നായി അറിയാം. അതുകൊണ്ടാണ് തൻ്റെ വിമർശനാത്മകമായ ശൈലിയിൽ ഈ കാര്യം അവതരിപ്പിച്ചപ്പോഴും ഈ സത്യം തുറന്നു പറയുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് മാറി നിൽക്കാൻ കഴിയാതെ പോയത്. അദ്ദേഹം എഴുതുന്നു, ഹുനൈനിലെ മുഴുവൻ തടവുകാരെയും മോചിപ്പിക്കുകയുണ്ടായി. അതായത് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന തന്നെ അദ്ദേഹത്തിൻ്റെ ആക്ഷേപത്തെ ഖണ്ഡിക്കുന്നു, ഘടകവിരുദ്ധമാണ്. ഈ യുദ്ധത്തിലെ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്
തുടക്കത്തിൽ തടവുകാരെ മേൽനോട്ടത്തിനായി സ്വഹാബികളെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ അവസാന ക്രമീകരണങ്ങൾ വരുത്തി അവരെല്ലാവരെയും ഹദരത്ത് മസ്ഊദ് ബിൻ അംർ ഗഫാരിയുടെ മേൽനോട്ടത്തിൽ ജിറാനയിലേക്ക് അയച്ചു എന്നതും വ്യക്തമാണ്. പിന്നീട് തായിഫിൽ നിന്ന് തിരിച്ചു വന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹവാസിൻ ഗോത്രക്കാരുമായി സംവദിച്ചപ്പോൾ തൻ്റെ പ്രത്യേക കാരുണ്യപൂർണമായ തന്ത്രം ഉപയോഗിച്ച് ഓരോരുത്തരുടെ പക്കലുള്ള തടവുകാരെയും അവിടുന്ന് മോചിപ്പിച്ചു. ഈ വിശദാംശങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇതിനു മുമ്പ് ഞാൻ പലവട്ടം വിവരിച്ചിട്ടുണ്ട്. പ്രസിദ്ധ ഓറിയന്റലിസ്റ്റായ മോണ്ട്ഗോമറി വാട്ടിന് ഈ സത്യത്തെക്കുറിച്ച് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അതേ ഭാഗത്ത് അദ്ദേഹം എഴുതുന്നത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് വളരെ ശേഷം ഈ സംഭവങ്ങൾ കേട്ടവർ ഇത്തരം സംഭവങ്ങളിൽ അതിശയോക്തി കലർത്തി എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ കഥകളൊക്കെ തന്നെ അവർ സ്വയം കെട്ടിച്ചമച്ചതോ നിർമ്മിച്ചതോ ആകാം. മാലിക് ബിൻ ഓഫ് നസറിയെ സമ്മർദ്ദം ചെലുത്തി മുസ്ലിമാക്കി, നിർബന്ധപൂർവ്വം മുസ്ലിമാക്കി എന്ന് മാർഗോലിസ് എന്ന വ്യക്തി ആക്ഷേപിക്കുന്നുണ്ട്. മാർഗോലിത്ത് ഈ ആക്ഷേപം തീർത്തും അടിസ്ഥാനരഹിതമാണ്. ഇത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തോടുള്ള പൗരസ്ത്യ പണ്ഡിതന്മാരുടെ പൊതുവായ സമീപനത്തിൻ്റെ ഉദാഹരണം മാത്രമാണ്. റഹ്മത്തുൽ ആലമീൻ പ്രപഞ്ചത്തിൻ്റെ കാരണമായ പ്രവാചകന്റെ വാത്സല്യത്തിൻ്റെ സംഭവത്തെ പോലും യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാതെ ബലാത്കാരത്തിൻ്റെ നിറം ചാർത്താൻ ഇവിടെ ശ്രമിച്ചിരിക്കുകയാണ്. ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ സീറത്ത് ഇബ്നു ഹിഷാമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹവാസിൻ പ്രതിനിധി സംഘത്തിൻ്റെ ദയാഹർജി അംഗീകരിച്ചുകൊണ്ട് അവരുടെ തടവുകാരെയും സ്വത്തുക്കളും തിരികെ നൽകിയപ്പോൾ മുമ്പ് വിവരിച്ചതുപോലെ തായിഫിലുള്ള മാലിക് ബിൻ ഔഫ് എന്ന നേതാവിനെ കുറിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്മരിക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാഞ്ഞു, മാലിക് ബിൻ ഔഫിന്റെ കാര്യം പറയൂ, എന്താണ് അദ്ദേഹത്തിന്റെ അവസ്ഥ? അദ്ദേഹം സഖീഫിന്റെ കൂടെ തായിഫിലുണ്ടെന്ന് പറയപ്പെട്ടു. അപ്പോൾ മാലിക് ബിൻ ഔഫിനോടും പ്രവാചകന്റെ അതേ കാര്യം വീണ്ടും പ്രകടമായി. നബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തോട് ചെന്ന് പറയുക, ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തൻ്റെ കുടുംബാംഗങ്ങളെയും സ്വത്തും തിരികെ ലഭിക്കുന്നതായിരിക്കും. അതിൽ മാത്രം ഒതുങ്ങാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് 100 ഒട്ടകങ്ങൾ കൂടി നൽകപ്പെടും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. നബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിയാണ്, യുദ്ധത്തിൽ വിജയിച്ചിരുന്നു. മാലിക് ബിൻ ഔഫിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രത്യേകം എന്തെങ്കിലും താല്പര്യങ്ങളോ ഉദ്ദേശങ്ങളോ നേട്ടമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു നിയമപ്രകാരവും മാലിക് ബിൻ ഔഫിന്റെ കാര്യത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അളവ് പോലും ബാധ്യസ്ഥതയും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും തൻ്റെ പരമമായ കാരുണ്യം കാരണം അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കാനുള്ള സന്ദേശം അയക്കുകയും കുടുംബാംഗങ്ങളെയും സ്വത്തും അതുപോലെ അതിനു പുറമെ 100 ഒട്ടകങ്ങളും നൽകുമെന്നും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. മാലിക്കിന്റെ ഹൃദയത്തിൽ ഇസ്ലാം നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചിരുന്നു എന്ന് തോന്നുന്നു. നബി തങ്ങളുടെ പ്രസ്തുത സന്ദേശം ലഭിച്ച ഉടൻ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ അദ്ദേഹം പുറപ്പെട്ടു. തായിഫിൽ നിന്ന് യാത്ര ചെയ്ത് ജിറാനയിലോ മക്കയിലോ വെച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം കണ്ടുമുട്ടി. മാലിക് മുസ്ലിമായി തീർന്നു. നബി തങ്ങൾ അദ്ദേഹത്തിന് തൻ്റെ കുടുംബാംഗങ്ങളെയും സ്വത്തുക്കളും കൂടാതെ 100 ഒട്ടകങ്ങളെയും നൽകുകയും അദ്ദേഹം അവിടെ വെച്ച് ഇസ്ലാം മതം ആശ്ലേഷിക്കുകയും ചെയ്തു. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം ഒരു കവിത ചൊല്ലി. അതിലെ ഈരടികൾ ഇപ്രകാരമാണ്: മാഇൻ റഅയ്ത വല സമീഅത ബിമിസ്ലി ഫിന്നാസി കുല്ലിഹിം ബിമിസ്ലി മുഹമ്മദ്. ഞാൻ മനുഷ്യകുലത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരാളെയും മുമ്പ് കണ്ടിട്ടില്ല. അത്തരമൊരു ഔന്നത്യമുള്ള ഒരാളെക്കുറിച്ച് ഞാൻ കേൾവി പോലും എനിക്കില്ല. ഇതായിരുന്നു ഹുനൈൻ യുദ്ധാനന്തരമുള്ള മുഴുവൻ സംഭവങ്ങളും. ഇൻഷാ അല്ലാഹ് മറ്റ് സറിയകളെക്കുറിച്ച്, സൈനിക നീക്കങ്ങളെക്കുറിച്ച് പിന്നീട് വിവരിക്കുന്നതാണ്. ഇനി ഞാൻ 2 മർഹൂമിങ്ങളെ ഇവിടെ അനുസ്മരിക്കുന്നതാണ്. നമസ്കാരാനന്തരം അവരുടെ ജനാസ നമസ്കാരവും നിർവഹിക്കുന്നതാണ്. ആദ്യത്തേത് ഡോക്ടർ ലൈക് അഹമ്മദ് ഫറഖ് സാഹിബ് ആണ്. ഇദ്ദേഹം കാനഡയിൽ വെച്ചായിരുന്നു മരണപ്പെട്ടത്. വാഖഫ് സിന്ദഗി ഡോക്ടർ എന്ന നിലയിൽ ഇദ്ദേഹം വർഷങ്ങളോളം ആഫ്രിക്കയിൽ സേവനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 83-ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം മരണമടഞ്ഞത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം വസിയത്ത് ചെയ്ത ആളായിരുന്നു. ഭാര്യ, ഒരു മകൻ, 2 പെൺമക്കൾ എന്നിവരാണ് അദ്ദേഹത്തിൻ്റെ സന്തത കുടുംബം. മജ്ലിസ് നുസ്രത്ത് ജഹാൻ പദ്ധതിയുടെ ഭാഗമായി 1974 ഇദ്ദേഹത്തെ ഘാനയിലേക്ക് അയക്കുകയുണ്ടായി.
1978 വരെ അവിടുത്തെ സെൻട്രൽ ഹോസ്പിറ്റലിൽ സേവനം തുടർന്നു. 3 വർഷത്തെ വഖഫ് പൂർത്തിയാക്കിയ ശേഷം അനാരോഗ്യം കാരണത്താൽ അദ്ദേഹം അവിടെ നിന്നും മടങ്ങി വരാൻ അവധി ആവശ്യപ്പെട്ടപ്പോൾ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് മൂന്നാമൻ റഹ്മുല്ല അദ്ദേഹത്തോട് 1 വർഷം കൂടി ജോലിയിൽ തുടരാൻ ആവശ്യപ്പെട്ടു. വളരെ സങ്കീർണമായ കേസുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിരുന്നത്. ചില കേസുകൾ സർക്കാർ ആശുപത്രികളിലേക്ക് അദ്ദേഹം റഫർ ചെയ്തിരുന്നു. എന്നാലും രോഗികൾ പറയുമായിരുന്നു, ഞങ്ങൾ ചികിത്സ തേടുകയാണെങ്കിൽ അത് അഹമ്മദിയ ഹോസ്പിറ്റലിൽ നിന്നും ഒരു അഹമ്മദി ഡോക്ടറിൽ നിന്നും തന്നെ ആയിരിക്കും. പ്രതീക്ഷയില്ലാത്ത പല ശസ്ത്രക്രിയകളും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ വിജയിക്കുകയുണ്ടായി. സ്ട്രാങ്കുലേറ്റഡ് ഹീർണിയയുടെ ഒരു സങ്കീർണമായ കേസ് അദ്ദേഹം നേരിട്ടു. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും അത് നിർവഹിച്ചു. അദ്ദേഹം അള്ളാഹുവിനോട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അള്ളാഹു അത് വിജയിപ്പിച്ചു. 1984 ഇദ്ദേഹം വീണ്ടും ആഫ്രിക്കയിലേക്ക് ഗാംബിയയിലേക്ക് അയക്കപ്പെട്ടു. 1993 വരെ അദ്ദേഹം അവിടെ സേവനം തുടർന്നു. വഖഫിൻ്റെ സമർപ്പണത്തിൻ്റെ പൂർണ്ണമായ ചൈതന്യത്തോടെയാണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ് അദ്ദേഹം എഴുതിയത്. വളരെ ശാന്തശീലനായിരുന്നു, പ്രാർത്ഥനാ നിരതനായിരുന്നു, വിനയം, എളിമ, ക്ഷമ, സ്ഥിരത എന്നിവയ്ക്ക് ഒരു മകുടോദാഹരണമായിരുന്നു. ജീവിതം മുഴുവൻ മനുഷ്യ സേവനത്തിനായി ചെലവഴിച്ചു. വഖഫ് അഥവാ സമർപ്പണ കാലയളവിൽ പ്രത്യേകിച്ചും ഗാംബിയയിലെ അഞ്ച്വാര എന്ന ചെറിയ പിന്നാക്കം നിൽക്കുന്ന ഗ്രാമത്തിൽ ഭക്ഷണത്തിന് പോലും പ്രയാസമുള്ള വളരെ ദുഷ്കരമായ സാഹചര്യങ്ങളായിരുന്നു. ഉഷ്ണമേഖലയായിരുന്നു. വൈദ്യുതി, വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹം അവിടെ സേവനം തുടർന്നു. മകൻ പറയുന്നു, എനിക്കും അസുഖമുണ്ടായിരുന്നു. എൻ്റെ കാലിനടിയിൽ പൊട്ടുമായിരുന്നു, വ്രണങ്ങളും ഉണ്ടാവുമായിരുന്നു. അപ്പോൾ എന്നെ എടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹം സ്കൂളിൽ കൊണ്ടുപോയിരുന്നത്. എന്നിട്ടും ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം പറയുന്നു, അത് ഖലീഫത്തുൽ മസീഹ് റാബി 1988 അവിടെ സന്ദർശിച്ചപ്പോൾ പ്രത്യേകമായി ഞങ്ങളുടെ വീട്ടിൽ വന്നത് ഞങ്ങളുടെ വലിയ സൗഭാഗ്യമായി ഞങ്ങൾ കണക്കാക്കുന്നു. വീട്ടിലിരിക്കാൻ പോലും കസേരകൾ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഹുസൂർ പറഞ്ഞു, ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. എന്നിട്ട് മറ്റ് സ്റ്റാഫുകളോട് പുറത്തു പോകാൻ ഹുസൂർ ആവശ്യപ്പെട്ടു. ഇത് ഞങ്ങൾക്ക് ലഭിച്ച വലിയ ബഹുമതിയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ലാഹോറിലെ ജോലി സമയത്ത് നടന്ന ഒരു സംഭവം അദ്ദേഹം വിവരിക്കുന്നു. എനിക്ക് ബ്ലഡ് പ്രഷർ വളരെ താഴ്ന്നു പോയി. ഞാൻ മേശപ്പുറത്ത് കിടന്നു. മരിക്കാൻ പോവുകയാണെന്ന് തോന്നി. ഡോക്ടർമാർക്ക് ചിലർക്ക് സ്വന്തം രോഗങ്ങളെക്കുറിച്ചുള്ള ചില ആശങ്കകളുണ്ടാവും, അവർക്ക് കാര്യങ്ങൾ അറിയുന്നതാണെങ്കിൽ കൂടി. അപ്പോഴാണ് എനിക്കൊരു അശരീരി കേൾക്കുമാറായത്. ഇനിയും സമയമായിട്ടില്ല, ക്യാൻഡിൽ പോയിട്ടായിരിക്കും അത് നടക്കുക. വർഷങ്ങൾക്ക് ശേഷം അള്ളാഹു അത് അവിടെ വെച്ച് പൂർത്തിയാക്കി. 1978 ഘാനയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ജമാഅത്തിൻ്റെ ഒരു പ്രതിനിധി സംഘത്തോടൊപ്പം അദ്ദേഹം ഖലീഫത്തുൽ മസീഹ് മൂന്നാമനെ റഹ്മത്തുള്ളാ അലൈഹി കാണാൻ പോയി. ഖലീഫത്തുൽ മസീഹ് മൂന്നാമൻ ചോദിച്ചു, താങ്കൾ തിരിച്ചു വന്നോ? താങ്കൾ എവിടെ നിന്നാണോ വന്നത് അവിടെ തന്നെ ഞാൻ തിരിച്ചയക്കുന്നു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായില്ല. കാരണം അദ്ദേഹം വീണ്ടും വഖഫ് ചെയ്തിരുന്നില്ല. വഖഫിൻ്റെ കാലാവധി കഴിഞ്ഞിരുന്നു. എന്നാൽ 1983 റബോയിലെ സെക്രട്ടറി നുസ്രത് ജഹാൻ്റെ കത്ത് അദ്ദേഹത്തിന് ലഭിച്ചു. നിങ്ങളെ നിയമിക്കാൻ ആലോചനയിലുണ്ട്, അതിനാൽ വരിക. 1984 ഹസരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മുല്ല അദ്ദേഹത്തെ വീണ്ടും ഗാംബിയയിലേക്ക് അയച്ചു. അദ്ദേഹം പറയുന്നു, അതൊരു അത്ഭുതമായിരുന്നു. ഒരു ഖലീഫ പറഞ്ഞ കാര്യം മറ്റൊരു ഖലീഫയാണ് പൂർത്തിയാക്കിയത്. ഘാനയിലെ മുൻ അമീറായിരുന്ന വഹാബ് ആദം സാഹിബ് പറയാറുണ്ടായിരുന്നു, ഡോക്ടർ സാഹിബ് ഏതെങ്കിലും രോഗിയുടെ അവസ്ഥ ഗുരുതരമായി കണ്ടാൽ ഉടൻ തന്നെ നഫല് നമസ്കരിക്കാൻ തുടങ്ങുമായിരുന്നു, ഐച്ഛിക നമസ്കാരത്തിൽ മുഴുകുമായിരുന്നു. ഞാനും ഘാനയിൽ അദ്ദേഹം അവിടെ താമസിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തോടൊപ്പം സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അങ്ങേയറ്റം മാന്യനും വിനയാന്വിതനും സേവന സന്നദ്ധനുമായ വ്യക്തിയായിരുന്നു. വാഖഫീങ്ങളെ വഖഫ് ചെയ്ത ജീവിതം സമർപ്പിച്ചവരെ വളരെയധികം ആദരിക്കുന്ന ആളായിരുന്നു. അതിഥി സൽക്കാര ഗുണം അദ്ദേഹത്തിലും ഭാര്യയിലും നിറഞ്ഞു നിന്നിരുന്നു. വളരെ ചുരുക്കം ആളുകളിൽ മാത്രം കാണുന്ന നിരവധി ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിലവിൽ ജാമിയ കാനഡയുടെ പ്രിൻസിപ്പലും ഗാംബിയയിലെ മുൻ അമീറുമായിരുന്ന ദാവൂദ് ഹനീഫ് സാഹിബ് പറയുന്നു, രാത്രി എന്നോ പകലെന്നോ നോക്കാതെ മനുഷ്യ സേവനത്തിനായി എപ്പോഴും അദ്ദേഹം സന്നദ്ധനായിരുന്നു. അദ്ദേഹം ദുരിതം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് മാത്രമേ നോക്കിയിരുന്നുള്ളൂ. ഉടൻ തന്നെ അദ്ദേഹം സേവന നിരതനാകുമായിരുന്നു. അദ്ദേഹത്തെ നിയമിച്ച സ്ഥലത്തെ ആശുപത്രി വളരെ ചെറുതായിരുന്നു. അവിടെ എത്താൻ തന്നെ 2 തവണ കടത്തുവെള്ളം മാറിക്കയറി പോകണമായിരുന്നു.
അദ്ദേഹത്തിൻ്റെ താമസം ഒരു പഴയ ഉപേക്ഷിക്കപ്പെട്ട സ്റ്റോർ റൂമിലായിരുന്നു. അത് വൃത്തിയാക്കിയാണ് വീടാക്കി മാറ്റിയത്. എങ്കിലും അദ്ദേഹം വളരെ സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞുകൂട്ടി. വൈദ്യുതി ഉണ്ടായിരുന്നില്ല, വെള്ളമുണ്ടായിരുന്നില്ല, ടെലിഫോൺ സംവിധാനം ഉണ്ടായിരുന്നില്ല. കിണറ്റിൽ നിന്നും പുഴയിൽ നിന്നും സ്വയം വെള്ളം കോരി കൊണ്ടുവരണമായിരുന്നു. മെഴുകുതിരിയോ റാന്തലോ ഉപയോഗിച്ചാണ് വെളിച്ചം കിട്ടിയിരുന്നത് തന്നെ. ശസ്ത്രക്രിയകൾ സാധാരണയായി പകൽ വെളിച്ചത്തിലായിരുന്നു നടന്നിരുന്നത്. ഓപ്പറേഷൻ ഉപകരണങ്ങൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് സ്റ്റെറിലൈസ് ചെയ്യുമായിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചത്. ഇന്നത്തെ ഡോക്ടർമാർക്ക് ഇത് അംഗീകരിക്കാൻ പോലും തയ്യാറാകുകയില്ല. ഇത് എങ്ങനെയാണ് നടന്നതെന്നും അവർക്ക് മനസ്സിലാകില്ല. അദ്ദേഹം അവിടെ താമസിക്കുമ്പോൾ നടന്നൊരു സംഭവം ഇപ്രകാരമാണ്. അവിടെയുള്ള ഒരു വീട്ടിൽ കള്ളന്മാർ മോഷണം നടത്തി, ഭവനവേദനം നടത്തി, ആളുകൾ ശബ്ദമുണ്ടാക്കി. കള്ളന്മാരെ ആളുകൾ വളഞ്ഞു പിടിച്ചു. അവർ അവരുടെ വാൾ പോലുള്ള ഒരു ആയുധം, കട്ട്ലസ്, എടുത്ത് ഒരാളുടെ തലക്ക് വെട്ടി. അയാൾക്ക് ഗുരുതരമായ മുറിവേറ്റു. രാത്രി തന്നെ ഡോക്ടർ സാഹിബിനെ വിളിച്ചു. അദ്ദേഹം ഉടൻ തന്നെ ഇന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ടോർച്ച് ലൈറ്റിൻ്റെയും മെഴുകുതിരി വെട്ടത്തിൻ്റെയും സഹായത്തോടെ ശസ്ത്രക്രിയ നടത്തി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ശസ്ത്രക്രിയ വിജയിക്കുകയും രോഗി രക്ഷപ്പെടുകയും ചെയ്തു. ഒരിക്കൽ ഒരു പാവപ്പെട്ട വ്യക്തി ഡോക്ടർ സാഹിബിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എൻ്റെ ഗ്രാമം വളരെ ദൂരത്താണ്, അവിടത്തേക്ക് ഗതാഗത സൗകര്യമൊന്നുമില്ല, എനിക്ക് രോഗിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനും കഴിയില്ല, അങ്ങ് ദയവായി വന്ന് രോഗിയെ പരിചരിക്കണം. അദ്ദേഹം ഉടൻ തന്നെ അയാളോടൊപ്പം നടന്നുപോയി രോഗിയെ കാണുകയും ചികിത്സിക്കുകയും ചെയ്തു. അയാൾക്ക് അസുഖം ഭേദമായി. ആ പ്രദേശത്തെ പാർലമെൻറ്റ് അംഗം ഇതറിഞ്ഞപ്പോൾ, മെമ്പർ ഓഫ് പാർലമെൻറ്റ് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറയാനായി ക്ലിനിക്കിൽ വന്നു. പിന്നീട് അദ്ദേഹം വരുമ്പോഴൊക്കെ, MLA വരുമ്പോഴൊക്കെ ഡോക്ടർ സാഹിബിനെ കാണാൻ വരികയും യഥാർത്ഥ രീതിയിലുള്ള മനുഷ്യ സേവനം താങ്കളാണ് ചെയ്യുന്നതെന്ന് പറയുകയും ചെയ്യുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജകൾ ഉയർത്തുമാറാകട്ടെ. ഭാര്യയും മക്കളെയും തൻ്റെ സംരക്ഷണത്തിൽ വെക്കുകയും അവർക്ക് ക്ഷമയും സ്ഥൈര്യവും ധൈര്യവും നൽകുകയും ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ഹമീദ് അഹമ്മദ് ഗൗരി സാബ്, ഹൈദരാബാദ്, ഇന്ത്യയുടേതാണ്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് 74 വയസ്സിൽ മരണപ്പെട്ടത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം മൂസിയായിരുന്നു. ഭാര്യ, ഒരു മകൾ, 4 ആൺമക്കൾ, പേരക്കുട്ടികൾ എന്നിവരടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ സംതൃപ്ത കുടുംബം. അദ്ദേഹത്തിൻ്റെ എല്ലാ മക്കളും ഏതെങ്കിലും വിധത്തിൽ ജമാഅത്തിന് സേവനം ചെയ്യുന്നു. ഇദ്ദേഹം ഇനാം ഗോരി സാബ് നാസർ ഖാദിയാൻ്റെ ഇളയ സഹോദരനും സമദ് ഗോരി സാബ് മുബലിക് സിൽസില, അതുപോലെ അമീർ ജമാഅത്ത് അൽബേനിയയുടെ പിതാവുമായിരുന്നു. ഇദ്ദേഹം നമസ്കാര നോമ്പാദികളിൽ കൃത്യമായി അനുഷ്ഠിക്കുന്ന തഹജ്ജുദ് ശീലമാക്കിയ വ്യക്തിയായിരുന്നു. വിശുദ്ധ ഖുർആൻ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. എപ്പോഴും പാരായണം ചെയ്യുകയും മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. ആരോഗ്യം അനുവദിച്ചിരുന്ന കാലത്തോളം സുബഹി നമസ്കാരത്തിന് മുമ്പ് നഫൽ നമസ്കരിച്ച് താജ്ദ് നമസ്കരിച്ച ശേഷം മഹലിലെ അഹമ്മദി വീടുകളിൽ പോയി കതകിൽ തട്ടി വിളിച്ച് ആളുകളെ വിളിച്ചിട്ടായിരുന്നു പള്ളിയിലേക്ക് പോയിരുന്നത്. ഹജ്ജ്, ഉംറ എന്നിവ നിർവഹിക്കാനുള്ള സൗഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം ഖിലാഫത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു. ചെറുതോ വലുതോ ആയ എല്ലാ കൽപ്പനകളും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുമായിരുന്നു. അദ്ദേഹം ജമാഅത്തിൽ ഖുതുബകൾ നിർവഹിച്ചിരുന്നതിനാൽ ഞാൻ ആദ്യം സ്വയം പ്രവർത്തിക്കും, എന്നിട്ട് ജമാഅത്തിനെ ഉണർത്തും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹം അതിൽ വിജയിച്ചിരുന്നു. അദ്ദേഹം വീട്ടിൽ ഹോമിയോപ്പതി ചികിത്സ നടത്തിയിരുന്നു. മരുന്നുകൾ ശേഖരിച്ച് വെച്ച് രോഗികൾക്ക് സൗജന്യമായി നൽകിയിരുന്നു. സാമ്പത്തിക ത്യാഗങ്ങളിൽ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. ഒരടുത്ത ബന്ധു പറഞ്ഞു, എൻ്റെ ഹിസ്സ ആമദിൽ, വരുമാനത്തിൻ്റെ വസിയത്ത് ചന്തയിൽ കുടിശ്ശിക വന്നപ്പോൾ അദ്ദേഹം സെക്രട്ടറിയുടെ അടുത്തേക്ക് നേരിട്ട് പോയിട്ട് എൻ്റെ ചന്ത അടിച്ചു. എന്നിട്ട് എന്നോട് താക്കീത് ചെയ്തു, ഇനി ഒരിക്കലും താങ്കൾക്ക് കുടിശ്ശിക ഉണ്ടാകുന്ന അവസ്ഥ വരരുത്, ആദ്യം തന്നെ ചന്ത നൽകുന്ന ശീലമുണ്ടാകണം. അദ്ദേഹം ബന്ധുത്വം ഊട്ടിയുറപ്പിക്കുന്നതിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു. ബന്ധുക്കളെ വീട്ടിൽ പലപ്പോഴും വിളിച്ചു കൂട്ടുകയും അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുമായിരുന്നു. കേന്ദ്ര പ്രതിനിധികളെയും മുബലീഗങ്ങളെയും വളരെയധികം ആദരിച്ചിരുന്നു. അദ്ദേഹം ഹൈദരാബാദിൻ്റെ നായിബ് അമീറായും സെക്രട്ടറി താലിമുൽ ഖുറാനായും ഹൽക്കയിലെ ജമാഅത്ത് പ്രസിഡന്റായും നാസിം അൻസാർലയായും ദക്ഷിണ ഭാരതത്തിലെ മജ്ലിസ് അൻസാർലയുടെ വൈസ് പ്രസിഡന്റായും നായിബ് സദറായും സേവനം ചെയ്തിട്ടുണ്ട്. നിരവധി ജമാഅത്ത് സേവനങ്ങളിൽ അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട്. ഒരു തവണ ഇവിടെയും ജൽസയിൽ പങ്കെടുത്തിട്ടുണ്ട്, UK ജൽസയിൽ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അൽബേനിയയിൽ അദ്ദേഹത്തിൻ്റെ മകൻ മുബല്ലിഗുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ
അദ്ദേഹത്തിന് ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു അദ്ദേഹത്തിന് ക്ഷമയും ധൈര്യവും നൽകുമാറാകട്ടെ. ഏതായാലും ഇവർ രണ്ടുപേരുടെയും ജനാസ നമസ്കാരം ഞാൻ ജുമാ നമസ്കാരത്തിന് ശേഷം നിർവഹിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.